നമസ്കാരം, എല്ലാ മലയാളി പ്രേക്ഷകർക്കും നഗര ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സാൻഡ്ര സജീവ്. പ്രധാന വാർത്തയിലേക്ക്. ചിത്രപ്രിയയുടെ മരണം കൊലപാതകം, കുറ്റം സംബന്ധിച്ച് ആൺ സുഹൃത്ത്. കൊച്ചി മലയാറ്റൂരിൽ 19-കാരി ചിത്രപ്രിയയുടെ മരണം കൊലപാതകമെന്ന് സംബന്ധിച്ച് ആൺ സുഹൃത്ത് അലൻ കല്ലുപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് അലൻ പോലീസിന് നൽകിയ മൊഴി. അലന്റെ അറസ്റ്റ് കാലടി പോലീസ് രേഖപ്പെടുത്തി. മദ്യലഹരിയിലായിരുന്നു കൊലപാതകമെന്ന് അലൻ പോലീസിനോട് കുറ്റസമ്മതം നടത്തി. മദ്യലഹരിയിൽ തർക്കമുണ്ടായതിനെ തുടർന്നാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. എന്നാൽ എന്താണ് പ്രകോപനമെന്ന് വ്യക്തമല്ല. ബംഗളൂരുവിൽ ഡിഗ്രി വിദ്യാർത്ഥിനിയായ ചിത്രപ്രിയ അവധിക്കായി നാട്ടിലെത്തിയപ്പോഴായിരുന്നു കാണാതായത്. 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലെ മൃതദേഹം കണ്ടെത്തിയിരുന്നത്. റോഡിലെ ഒഴിഞ്ഞ പറമ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആൺസുഹൃത്തിനോടൊപ്പം ചിത്രപ്രിയ ബൈക്കിൽ പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് തിരച്ചിൽ നടത്തിയത്. പെൺകുട്ടിയെ ബൈക്കിൽ പ്രദേശത്ത് കൊണ്ടുവിട്ടുവെന്നായിരുന്നു ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ അലൻ പറഞ്ഞിരുന്നത്. തുടർന്ന് അലനെ പോലീസ് വിട്ടയക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മൃതദേഹം കണ്ടെത്തിയതോടെയാണ് അലനെ വീണ്ടും വിളിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഒന്നും അലൻ വിട്ടുപറഞ്ഞിരുന്നില്ല. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ തുടർച്ചയായ ചോദ്യം ചെയ്യലിനാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. ശബരിമലയിലെ സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റു. ചെന്നിത്തല ഇന്ന് SITക്ക് മൊഴി നൽകും. തിരുവനന്തപുരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് അന്വേഷണ സംഘത്തിന് മൊഴി നൽകും. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച് സുപ്രധാന വിവരങ്ങൾ നൽകിയത് തനിക്ക് അറിയാവുന്ന ഒരു വ്യവസായിയാണെന്നും ലഭിച്ച വിവരങ്ങൾ SITക്ക് മുന്നിൽ മൊഴി നൽകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമൂല്യ വസ്തുവായി വിറ്റുവെന്നാണ് വ്യവസായി പറഞ്ഞത്. കോടതിയിൽ രഹസ്യമായി മൊഴി നൽകാനും ലഭിച്ച വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തെ അറിയിക്കാനും അദ്ദേഹം പറഞ്ഞു. എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്ന അയ്യപ്പ ഭക്തനാണ് ഞാൻ. അതിനാലാണ് ഇത്തരമൊരു വിവരം കിട്ടിയപ്പോൾ പങ്കുവെക്കണമെന്ന് തോന്നിയത്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുരാവസ്തു കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച് രമേശ് ചെന്നിത്തല SITക്ക് കത്ത് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് മൊഴി നൽകാനുള്ള തീരുമാനവും. ക്ഷേത്രങ്ങളിലെ പുരാവസ്തുക്കൾ മോഷ്ടിച്ച് രാജ്യാന്തര കരിഞ്ചന്തയിൽ വിൽക്കുന്ന സംഘവുമായി ദേവസ്വം ബോർഡിലെ ചില ഉന്നതർക്ക് അടുപ്പ ബന്ധമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. 500 കോടിക്കടുത്ത് ഇടപാട് സ്വർണ്ണപ്പാളിയുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു. നോക്കുകുത്തിയായി പാലം, വളന്തുകാട്ടുകാർക്ക് വോട്ടിന് വള്ളം തന്നെ ആശ്രയം. മരടിനി എത്ര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലാണ് പാലത്തിലൂടെ വോട്ട് ചെയ്യാൻ പോവുക? വളന്തുകാട്ടുകാർ ദ്വീപ് നിവാസികളുടെ ചോദ്യം കായലിൽ നോക്കുകുത്തിയായി നിൽക്കുന്ന പാലത്തിൽ തട്ടി പ്രതിധ്വനിച്ചതല്ലാതെ മറുപടി ഒന്നും ഉണ്ടായില്ല. അതൊരു പാലം മാത്രമല്ല, വളന്തകാട് ദ്വീപിൽ താമസിക്കുന്ന 45 പട്ടികജാതി കുടുംബങ്ങളുടെ ജീവിത സ്വപ്നം കൂടിയാണ്. ഓർമ്മ വെച്ച നാൾ മുതൽ ഇങ്ങനെ തന്നെയാണ്. കടത്തുതോണി മാത്രമാണ് ആശ്രയം. 18 മാസത്തിൽ പൂർത്തിയാകുമെന്ന് പ്രഖ്യാപിച്ച് 2019 നവംബറിൽ ആരംഭിച്ച പാലം പണി ഇനിയും കരതൊട്ടിട്ടില്ല. സ്റ്റീൽ സ്ട്രക്ചറുകൾ സ്ഥാപിച്ച നിലയിൽ നിൽക്കുകയാണ് പാലം ഇപ്പോൾ. അപ്രോച്ച് റോഡില്ല. ഒരു വർഷമായി ഇതേ അവസ്ഥയിൽ 5.60 കോടി രൂപയാണ് ഫണ്ട്. കര തൊടണമെങ്കിൽ ഇനിയും പണം വേണം. മരട് TV ജംഗ്ഷനിലെ അങ്കണവാടിയിലായിരുന്നു പോളിംഗ് ബൂത്ത്. ദ്വീപിലെ അസൗകര്യങ്ങൾ പോലെ തന്നെയായിരുന്നു ബൂത്തിലും. വോട്ടർമാർ ശരിക്കും വലഞ്ഞു. ഓരോ തിരഞ്ഞെടുപ്പിലും വളന്തകാട്ടെ വോട്ടർമാരുടെ ദുരിതവും കടത്തുതോണി യാത്രയും വാർത്തയാകും. പാലം കയറി എന്നാകും വളന്തുകാട്ടുകാർ ഇനി വോട്ട് ചെയ്യാനെത്തുക? കണ്ടു തന്നെ അറിയണം.